ഡൽഹിയെയും സമീപ പ്രദേശങ്ങളെയും വിഴുങ്ങി കനത്ത പുകമഞ്ഞ്. നഗരത്തിലെ വായു ഗുണനിലവാരം 500-ൽ എത്തിയതോടെ ഡൽഹി നിവാസികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ദേശീയ തലസ്ഥാനത്തെ 35 മോണിറ്ററിംഗ് സ്റ്റേഷനുകളിൽ മിക്കവയിലും വായു ഗുണനിലവാരം 500 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ ദ്വാരകയിൽ 480 വായു ഗുണനിലവാരം. കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുള്ളതിനാൽ തുടർച്ചയായ 2ാം ദിവസവും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നഗരത്തിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. പുകമഞ്ഞ് കാരണം ദൂരക്കാഴ്ച കുറഞ്ഞതിനാൽ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നതോ എത്തിച്ചേരുന്നതോ ആയ നിരവധി ട്രെയിനുകളും വിമാനങ്ങളും വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 22 ട്രെയിനുകൾ വൈകുകയും 9 ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തതായി വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്തു. കടുത്ത വായു മലിനീകരണം കാരണം ഡൽഹിയിലുടനീളം സ്കൂളുകൾ അടച്ചിട്ടിരിക്കുകയാണ്. 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു. എല്ലാ പഠനങ്ങളും ഓൺലൈനിലേക്ക് മാറ്റുകയാണെന്നും ഡൽഹി മുഖ്യമന്ത്രി അതിഷി പറഞ്ഞു. ഡൽഹി സർവകലാശാലയും ജവഹർലാൽ നെഹ്റു സർവകലാശാലയും നവംബർ 22 വരെ ഓൺലൈൻ ക്ലാസുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ ഗുരുഗ്രാമിനെയും പുകമഞ്ഞ് ബാധിച്ചിരിക്കുകയാണ്. 12ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസുകളും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഗാസിയാബാദിൽ വായു ഗുണനിലവാരം 450-ലെത്തിയതോടെ ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറ്റാൻ UP സർക്കാർ നിർദ്ദേശിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ പാടത്ത് വൈക്കോൽ കത്തിക്കുന്നത് കൊണ്ടാണ് സ്ഥിതി രൂക്ഷമായതെന്ന് മുഖ്യമന്ത്രി അതിഷി ആരോപിച്ചു. മോദി സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നതല്ലാതെ ഇതു തടയാൻ ഒരു നടപടിയും എടുക്കുന്നില്ല. ഡൽഹിയിലെ ജനങ്ങൾ ഗ്യാസ് ചേംബറിലെന്ന പോലെ കഴിയുമ്പോൾ BJP ഭരിക്കുന്ന അയൽ സംസ്ഥാനങ്ങളായ ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ പാടത്ത് തീയിടുന്നത് തുടരുകയാണ്. AAP ഭരിക്കുന്ന പഞ്ചാബിൽ ഇത്തരം കേസുകൾ കുറഞ്ഞെന്നാണ് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നതെന്നും അതിഷി പറഞ്ഞു.